കലാകേരളത്തെ ലോകശ്രദ്ധയിലേക്ക് എത്തിച്ച കൽപ്പിത സർവകലാശാലയും സ്വാശ്രയ വഴിയിലേക്ക് കടക്കുകയാണ്. പുതുതായി ആരംഭിക്കുന്ന MPA ഭരതനാട്യം വയലിൻ കോഴ്സുകളാകും കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുക. നിലവിൽ സർവകലാശാല നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി സ്വീകരിച്ച നടപടിക്കെതിരെ ഇതിനോടകം വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കേരളീയ കലകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1927 മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ മുൻകൈയെടുത്താണ് കലാമണ്ഡലത്തിന് തുടക്കം കുറിച്ചത്. 1957 സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത കലാമണ്ഡലം 1962 ആർട്സ് അക്കാദമിയായും 2006 കൽപ്പിത സർവകലാശാലയായും ഉയർന്നു. ഇക്കാലത്തിനിടയിൽ 14 കോഴ്സുകളിലായി 10,000 വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയത്. എന്നാൽ നാളിതുവരെ പരിമിതമായ ഫീസ് വാങ്ങി വിദ്യാർത്ഥികളെ അഭ്യസിപ്പിച്ചിരുന്ന സ്ഥാപനത്തിന്റെ പഠന രീതി സ്വാശ്രയ വഴിയിലേക്ക് ചുവടുമാറ്റുകയാണ്. MPA ഭരതനാട്യം വയലിൻ തുടങ്ങിയ 2 കോഴ്സുകളിലായി 23 PG സീറ്റുകളാണ് സ്വാശ്രയ വിദ്യാഭ്യാസത്തിനായി ഇത്തവണ നീക്കിവച്ചിരിക്കുന്നത്. അപേക്ഷ ക്ഷണിച്ച കോഴ്സുകൾക്കായി പുതിയ സംവിധാനങ്ങളെയോ അധ്യാപകരെയോ അനുവദിച്ചിട്ടില്ലെങ്കിലും ഒരു സെമസ്റ്ററിന് 19,500 രൂപയാണ് ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാംസ്കാരിക സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ വരുമാനം കണ്ടെത്തണമെന്ന ഉത്തരവ് പുറത്തിറക്കിയ കാലം മുതൽ കലാമണ്ഡലത്തിൽ സ്വാശ്രയ കോഴ്സുകൾ തുടങ്ങാൻ ആലോചനകൾ നടന്നിരുന്നു. എന്നാൽ വിവിധ കോണുകളിൽ നിന്ന് വിമർശനമുയർന്നതോടെ അത്തരം തീരുമാനങ്ങൾ ഉണ്ടായില്ല. എന്നാൽ ഈ വർഷം മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന പദ്ധതി വിജയിച്ചാൽ വരും വർഷങ്ങളിൽ കലാമണ്ഡലത്തിൽ കൂടുതൽ കോഴ്സുകളും സ്വാശ്രയ രീതിയിലേക്ക് മാറും. സർവകലാശാലയുടെ സാമ്പത്തിക നിലനിൽപ്പിന് സ്വാശ്രയ കോഴ്സുകൾ മുതൽക്കൂട്ടാവുമെങ്കിലും സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം കലയെ കച്ചവടവൽക്കരിക്കുകയാണോ എന്ന ചോദ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ന്യൂസ് മലയാളം, തൃശൂർ.